ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സനാതനവും സജീവവുമായ തിരുവചനത്താൽ ആശ്വസിപ്പിക്കപ്പെടുവാനും ശക്തി സ്വന്തമാക്കുവാനും കൃപ ചൊരിയണമേ. എല്ലാം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, വചനത്തിൽ നിന്നും വിശ്വാസ സത്യങ്ങൾ പഠിക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആദ്യമേ തന്നെ ഞാൻ ജാമ്യമെടുക്കട്ടെ, അത്ര ലളിതമായ വിഷയമല്ല, അത്ര എളുപ്പമുള്ള വിഷയമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അധിക ശ്രദ്ധ ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളെ പിശാച് കെണിയിൽപ്പെടുത്താൻ നോക്കും, നിങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ നോക്കും. അതിനെയൊക്കെ അതിജീവിച്ച് ഇനി വരുന്ന അല്പം നേരം 20 മിനിറ്റ് നിങ്ങൾ എന്നോടൊപ്പം സജീവമായി ഇതിൽ പങ്കുചേരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന 1-2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വചനധ്യാനം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഈശോയുടെ വഴിയെ നടന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പീഡനങ്ങൾ? സുവിശേഷം പ്രസംഗിച്ച് നടന്നിട്ടും ഇപ്പോൾ ഒരുപാട് പേരുണ്ട് നമുക്ക് സുവിശേഷം പറയുന്നവർ. മുമ്പന്നത്തേക്കാൾ ഉപരിയായി ഇപ്പോൾ ഒരുപാട് മനുഷ്യർ, വൈദികരും സന്യസ്തരും മാത്രമല്ല, അൽമായ വിശ്വാസികളും ദൈവജനമൊക്കെ സുവിശേഷം പറയാൻ ഇറങ്ങിത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമായി നമ്മൾ കൺമുമ്പിൽ കാണുന്ന കാര്യമാണ്. അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടാവുകയാണ്, പതറിപ്പോവുകയാണ്. അവിടെ എന്തായിരിക്കണം നമുക്ക് മുന്നോട്ട് പോകാൻ കരുത്ത് പകരേണ്ടത് എന്നതാണ് ഇന്നത്തെ ചിന്ത. പീഡനങ്ങളും എന്നൊക്കെ പറയുമ്പോൾ സെബസ്ത്യാനോസിൻ്റെ കാലത്ത് നടന്ന ഒരു കാര്യമായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ നടക്കുന്ന എന്തോ കാര്യമായി നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മളൊക്കെ പതുക്കെ പീഡനങ്ങൾ ഏൽക്കാൻ ഒരുങ്ങേണ്ട കാലമായി തുടങ്ങി. പീഡനങ്ങൾ നമുക്കും ഏൽക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് പീഡനങ്ങളിൽ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം? വിശ്വാസത്തിൻ്റെ പേരിൽ, ഈശോയുടെ പിറകെ നടക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ പീഡനങ്ങളും ഏൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത്? അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 10:24 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഒരു തവണ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. കാരണം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈ സുവിശേഷവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. നമുക്ക് ചിന്തിച്ചു തുടങ്ങാം പീഡനങ്ങളെക്കുറിച്ച്. അത്ര സുഖമുള്ള കാര്യമല്ല പീഡനങ്ങളെ ചിന്തിക്കുന്നത്, അത്ര എളുപ്പമല്ല. മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, പീഡനങ്ങൾ ക്രിസ്ത്യാനിക്ക് അനിവാര്യമാണ്. രണ്ടാമത്തത് അംഗീകാരമാണ്. ഈ 2 വാക്കുകൾ പഠിച്ചു വെച്ചോണം. പീഡനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ
തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്: പീഡനങ്ങൾ ക്രിസ്ത്യാനിക്ക് അനിവാര്യതയാണ്, ഒഴിച്ചുകൂടാനാകില്ല. കാരണം എന്താ? ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ ദാസന്മാരെ എന്ത് തന്നെ വിളിക്കുകയില്ല. ഈശോ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും പീഡിപ്പിക്കപ്പെട്ടേ തീരൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പീഡകളും പീഡനങ്ങളും നമുക്ക് അനിവാര്യതയാണ്. 1 പത്രോസ് ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഈ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. 1 പത്രോസ് 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ, പ്രത്യേകിച്ച് 12-ാം വാക്യം: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. നമ്മൾ വല്ലാണ്ട് കുതറുകയാണ്, വല്ലാണ്ട് ഞെട്ടുകയാണ് പീഡകളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ. എന്തിനാ ഞെട്ടുന്നത്? ആദ്യത്തെ വാക്ക് എന്ത്? പീഡനങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അത് അനിവാര്യതയാണ്. ഈശോ നടന്ന വഴിയാണത്. അതിൻ്റെ പിന്നാലെ നമ്മൾ നടന്നേ തീരൂ. ഞെട്ടരുത്, കുതറരുത് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ. രണ്ടാമത്തെ കാര്യം, പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അംഗീകാരമാണ്. അത് അംഗീകാരമാണ്. എന്താ കാര്യം? ഈശോയുടെ വഴിയാണ് നടക്കുന്നത് എന്ന ഉറപ്പാണത്. അപ്പോൾ ആ കൂട്ടിയുള്ള 2 വാക്കാണ് പീഡനങ്ങൾ. അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. പീഡനങ്ങൾ നമുക്ക് അനിവാര്യതയാണ്. പീഡനങ്ങൾ നമുക്കൊരു ഒരു പീഡയും പീഡനവും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒന്ന് ആത്മശോധന ചെയ്യണം. ഞാൻ ഈശോയുടെ വഴിയാണോ? സംശയമുണ്ട്. ഈശോയുടെ വഴി നടക്കുന്നവർക്ക് അല്പമൊക്കെ സഹനവും പീഡനങ്ങളൊക്കെ ഉണ്ടായേ തീരൂ. അതുകൊണ്ട് പീഡനങ്ങൾ അനിവാര്യതയാണ്, അംഗീകാരമാണ്. അപ്പം അതിനെക്കുറിച്ച് ഈ പറഞ്ഞു വരുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനേ ആകുന്നുള്ളൂ. ആദ്യത്തെ ഒരു ഭാഗമാണ്, ആമുഖ ഭാഗമാണ് ഇതൊക്കെ. ഈ കാര്യം, ഈ ഫാക്റ്റ് പോലും, അനിവാര്യതയും അംഗീകാരവും പോലും അത്രേ ആയിട്ടുള്ളൂ. അതായത് ഈശോയെ പീഡിപ്പിച്ചവർ, കൊടിയ പീഡനങ്ങൾ ഈശോയ്ക്ക് കൊടുത്തവർ, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും കൊടിയ പീഡനങ്ങൾ കൊടുത്തവരുണ്ട്. രണ്ടാമത്, ക്ഷമയോടെ അത് സഹിച്ച ഈശോ നിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചറിയണം, ഇന്നത്തെ കാലത്തെ പീഡനങ്ങളുടെ ഒരു വസ്തുത തിരിച്ചറിയണം. എന്താണെന്നറിയാമോ? ഒരാൾ മുമ്പേ നടന്നിട്ടുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ പതറിയിരിക്കുന്നത് കാണാം, തളർന്നിരിക്കുന്നത് കാണാം. ഇനി ഒന്നും ചെയ്യുന്നില്ല, ഇനി ഈശോയുടെ വഴിയില്ല. ഈ പള്ളിയോടും പട്ടക്കാരനും ഒക്കെ അടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോൾ, സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോൾ, 2 വട്ടം ആരാധനയ്ക്ക് പോയി തുടങ്ങുമ്പോൾ പിന്നെ പരീക്ഷണങ്ങളാണ്, പീഡനങ്ങളാണ്, അതിൻ്റെ പേരിലുള്ള ആക്ഷേപങ്ങളാണ്. എന്നാൽ പിന്നെ ഒന്നുമില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മുമ്പേ ഒരാൾ നടന്നിട്ടുണ്ട്. എല്ലാ പീഡനങ്ങളും ഏറ്റെടുത്ത് വഴിവെട്ടിയവൻ മുമ്പേ നടന്നു പോയിട്ടുണ്ട്. അവൻ്റെ പിന്നാലെ നടക്കണം എന്ന് പരസ്പരം പറഞ്ഞു കൊടുത്ത് ശക്തിപ്പെടുത്തണം. ഇനിയാണ് പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ ഈ വായിച്ച ഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള ഈ ഭാഗത്ത് 3 ആവർത്തി ഈശോ ഭയപ്പെടേണ്ട എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പീഡനങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ഈശോ 3 ആവർത്തി പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഓരോ തവണയും ഈശോ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കാര്യമാണ് പീഡനങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത്, നമുക്ക് സ്ഥൈര്യം നൽകേണ്ടത്, നമ്മളെ നേരെ നിർത്തേണ്ടത്. ഒന്നാമത്തെ കാര്യം ഈശോ പറയുന്നു, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. എല്ലാം റിവീൽ ചെയ്യപ്പെടും, ആവരണം നീക്കപ്പെടും, സത്യം ലോകമറിയും, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അതായത് 3 കാര്യങ്ങളാണ് വെളിപ്പെടാൻ പോകുന്നത്. എല്ലാം വെളിപ്പെടും എന്നതാണ് ഭയപ്പെടേണ്ട എന്ന് ഈശോ പറഞ്ഞതിൻ്റെ ആധാരം. അതിൽ തന്നെ 3 കാര്യങ്ങൾ വെളിപ്പെടും. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്, നമ്മളെ പീഡിപ്പിക്കുന്നവരുടെ കാപട്യം ലോകമറിയും. നിങ്ങൾ സത്യത്തിൻ്റെ വഴിയാണെങ്കിൽ, ഈശോയുടെ വഴിയാണ് നടക്കുന്നതെങ്കിൽ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ, ദുരാരോപണങ്ങൾ നൽകി നിങ്ങൾക്ക് പീഡകൾ സമ്മാനിക്കുന്നവരുടെ കാപട്യം ലോകമറിയും, അറിഞ്ഞിരിക്കും. ഒരു കള്ളത്തരവും മൂടി വെക്കാൻ പറ്റില്ല, അത് ലോകമറിയും. അപ്പോൾ നിങ്ങൾ ആശ്വസിക്കേണ്ടത്, ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ എനിക്ക് നേരെ പീഡനങ്ങളുടെ കൂരമ്പുകൾ എഴുതിവിടുന്നവരുടെ യഥാർത്ഥ മുഖം, അവരുടെ ചെന്നായി ഭാവം ഈ ആട്ടിൻ തോൽ ഉരിഞ്ഞു മാറ്റി ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കും. അത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. രണ്ടാമത്,
എൻ്റെ നിഷ്കളങ്കതയും വെളിപ്പെടും. എന്നിലെ നന്മയും എന്നിലെ വിശുദ്ധിയും നിഷ്കളങ്കതയും ഒക്കെ മുന്നോട്ടുള്ള യാത്രയിൽ വെളിപ്പെടും. അത് ലോകം തിരിച്ചറിയും. ദൈവം അത് ഏറ്റുപറഞ്ഞിരിക്കും ലോകമുമ്പാകെ. മൂന്നാമത്, സുവിശേഷം അതെത്ര ആവരണമിട്ട് മൂടിയാലും അതും വെളിപ്പെടും. സുവിശേഷം എങ്ങനെയൊക്കെ മറച്ചു വച്ചാലും അതും കാലത്തിൻ്റെ ഗതിവിഗതയിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ തന്നെ ജാമ്യം എടുത്തായിരുന്നു. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ അത്ര ലളിതമായൊരു സാധനമോ വളരെ രസകരമായിട്ട് പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമോ അല്ലിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏകാഗ്രതയെ, ശ്രദ്ധയെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. പീഡകളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ പതറരുത്. അത്രയേ ഉള്ളൂ. അതാണ് ഈശോ പറയുന്നത്. അതിന് ഈശോ 3 കാരണങ്ങൾ പറയുകയാണ്. ഒന്നാമത്തേതാണ് നമ്മൾ ചിന്തിച്ചത്. എന്താണത്? ഭയപ്പെടരുത് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ. കാരണം എല്ലാം വെളിച്ചത്ത് വരും. എല്ലാം വെളിച്ചത്ത് വരും. വിശുദ്ധ ജീവിതം നോക്കിക്കേ. ഈ വിശുദ്ധിയുള്ള മനുഷ്യര് എത്ര ഒതുങ്ങി ജീവിച്ചാലും, ആരൊക്കെ അവരെ മറച്ചു വെക്കാൻ നോക്കിയാലും അത് പുറത്തു വരും, വിശുദ്ധി. അതുകൊണ്ടാണ് ജോൺ പോൾ II പറയുന്നത്, നിന്നിൽ സത്യമുണ്ടെങ്കിൽ അതിൻ്റെ വിസ്ഫോടനവും സംഭവിക്കും. നിന്നിൽ സത്യമുണ്ടെങ്കിൽ അതിൻ്റെ വിസ്ഫോടനവും സംഭവിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്ലാരമഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയൊരു കന്യാസ്ത്രീ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകരെ ആകർഷിക്കുന്ന വിശുദ്ധയായി മാറുന്നത്? നിന്നിൽ സത്യമുണ്ടെങ്കിൽ അതിൻ്റെ വിസ്ഫോടനവും സംഭവിക്കും. നിന്നിലെ നന്മ ലോകം അറിയും, ദൈവം അറിയിപ്പിക്കും അത്. അതുപോലെ തന്നെ നിന്നെ പീഡിപ്പിക്കുന്നവരുടെ കാപട്യം, അവരുടെ കള്ളത്തരവും ലോകം അറിയും. സഭയുടെ ചരിത്രം തന്നെ ഇതല്ലായിരുന്നോ? കള്ളത്തരം കാണിച്ചവരെയൊക്കെ ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ? സത്യം ചെയ്തവരെ അന്നവർ വേദനയോടെ മരിച്ചെങ്കിലും ഇന്ന് അതിൻ്റെ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ? സുവിശേഷം എത്ര മൂടി വെക്കാൻ ഈശോ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും 300 വർഷം സുവിശേഷം മൂടി വെക്കപ്പെട്ടില്ലേ? അടിച്ചമർത്തപ്പെട്ടിരുന്നില്ലേ? അതിനുശേഷമോ സൂര്യശോഭയോടെ അത് ഉദിച്ചുയർന്നില്ലേ? അതുപോലെ സുവിശേഷവും വെളിപ്പെടും. എല്ലാം വെളിപ്പെടും എന്നതാണ് പീഡനങ്ങളിൽ നീ നിന്നെ തന്നെ ആശ്വസിപ്പിക്കേണ്ട യാഥാർത്ഥ്യം. പീഡകളും പീഡനങ്ങളും ഉണ്ടാവും, പറയണം, സ്വയം പറയണം, എല്ലാം വെളിപ്പെടും, വെളിപ്പെടുത്തും എൻ്റെ ദൈവം. പീഡകളുടെ മുഖത്ത് നീ ഇനിയും ഭയചകിതനാകരുത് എന്നതിന് ഈശോ നൽകുന്ന 2ാമത്തെ സൂചനയാണ് അടുത്ത വാക്യത്തിൽ ഈശോ പറയുന്നു. 28ാമത്തെ വാക്യം, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടരുത്. അതായത് ഈ പീഡകരുണ്ടല്ലോ, നമ്മളെ വേദനിപ്പിക്കുന്നവര്, നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴും സുവിശേഷത്തിൻ്റെ ഈശോയുടെ പക്ഷം പിടിച്ച് നിൽക്കുമ്പോഴും നമ്മളെ പീഡിപ്പിക്കുന്നവരുണ്ടല്ലോ, നമ്മൾ നിലവിളിച്ച് പോകാറില്ല ചിലപ്പോഴൊക്കെ, നമ്മൾ ആകപ്പാടെ കരഞ്ഞു കൂവാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ 2ാമത്തെ യാഥാർത്ഥ്യം ഇതാണ്. എന്താണത്? ഇവർക്ക് എൻ്റെ ശരീരത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റും, എൻ്റെ ആത്മാവിന് മേൽ ഇവർക്ക് ലേശം പോലും അവകാശമില്ല എന്ന സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഈശോ പറയുന്നു, പീഡകരെ ഭയപ്പെടരുത്, അവരുടെ മുമ്പിൽ നീ പതറിപ്പോകരുത്. പീഡകരെ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ, അവനെ മാത്രം ഭയപ്പെടുവിൻ. അതായത് ദൈവഭയത്തോടെ ജീവിക്ക്, വേറെ ആരെയും ഭൂമിയിൽ പേടിക്കാൻ പോകരുത്. ഇവർക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ശരീരത്തിൽ 2 മുറിപ്പാട് വീഴ്ത്താൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ജീവനെ അങ്ങ് എടുക്കാൻ കഴിഞ്ഞേക്കും, എൻ്റെ ശരീരത്തെ ചേതനയറ്റതാക്കി മാറ്റാൻ പറ്റും. അതിനപ്പുറത്ത് എൻ്റെ ആത്മാവിൻ്റെ മേൽ ഇവർക്ക് തെല്ലും അവകാശമില്ലെന്നുള്ള സത്യം ഏതു പീഡനങ്ങളുടെ മുമ്പിലും ഏതു പീഡകരുടെ മുമ്പിലും നേരെ നിൽക്കുവാൻ എൻ്റെ ദൈവത്തെ മാത്രമേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം നമുക്ക് നൽകണം. അതുകൊണ്ട് പീഡകരെ, പീഡനങ്ങളെ ഭയപ്പെടരുത്. ഒന്നാമത്തത് എന്തായിരുന്നു? എല്ലാം വെളിപ്പെടും. 2ാമത്തത്, അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിവില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിവില്ല. അവർക്ക് ആകപ്പാടെ പറ്റുന്നത് നിസ്സാരമായ ഈ ശരീരത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റും, ജീവനെ എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇത് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഫിലിപ്പി 3:20. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. ആര്? ഇപ്രകാരമുള്ള പീഡകര്. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഈ ഭൂമിക്കുള്ളവരല്ല, ഇവിടെ അല്ല നമ്മുടെ ഇടം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. പിന്നെ എന്തിനു നമ്മൾ പതറണം ഈ ഭൂമിയിൽ? അത് നമ്മുടെ വീട്ടകങ്ങളിൽ പോലും. ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങളാരും വിചാരിച്ചേക്കരുത് ഏതെങ്കിലും കവലകളിൽ
മൈക്ക് സെറ്റ് വെച്ചിട്ട് വലിയ പ്രസംഗം നടത്തുന്നവരാണ് പീഡിപ്പിക്കപ്പെടുന്നവർ. അല്ല, വീട്ടകങ്ങളിൽ പോലും ഉണ്ട്. ഒരാൾ വിശ്വാസിയായതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന എത്രയോ വീട്ടകങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അല്പമൊന്ന് അധികമായി പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്, അല്പം പ്രാർത്ഥന അധികമായി ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരുടെ പോലും പീഡനമേൽക്കുന്നവരുണ്ട്. അപ്പോൾ തിരിച്ചറിയേണ്ടത് ഇതൊക്കെയാണ്. നിന്നിലെ സത്യം, നന്മ ലോകം അറിയുന്ന കാലം വരും. നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല, ഈ പുറമേ ചെയ്യുന്ന ഭയപ്പെടുത്തലുകളല്ലാതെ. അതിനപ്പുറത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 12-ാം വാക്യം, യെശയ്യാ 51:12, മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? അതായത് അവന് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നില്ല, കൊല്ലാൻ പറ്റും, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ രസകരമായ കാര്യം, മരണമുള്ള മനുഷ്യനാണ്, തൃണസദൃശനാണ് അവൻ. പിന്നെ അവനെ നീ എന്തിനു ഭയപ്പെടണം? ഭയപ്പെടരുത്. ഭയപ്പെടേണ്ടത് നിന്റെ ആത്മാവിനെയും ശരീരത്തെയും ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള ദൈവത്തെ മാത്രം ഭയപ്പെട്. നമ്മൾ വല്ലാണ്ട് പേടിത്തൊണ്ടന്മാരായിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തു പറയുന്നതിൻ്റെ പ്രസക്തി. ഈശ്വരുള്ള വിശ്വാസം ഏറ്റുപറയാൻ നമുക്ക് പേടി കൂടി വരികയാണ്. ഭയപ്പെടരുത്. മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? നിന്റെ ഇടം ഇവിടെയല്ല, നിന്റെ ഇടം സ്വർഗമാണ്. ധൈര്യത്തോടെ സുവിശേഷ വേല ചെയ്യണം. ഈശോയ്ക്ക് സാക്ഷിയായിരിക്കണം നീ. മൂന്നാമത് അടുത്തത് ഈശോ പറയുന്ന കാര്യം, എന്തുകൊണ്ട് ഭയപ്പെടരുത് എന്നതിന് ഈശോ നൽകുന്ന മൂന്നാമത്തെ കാരണമാണ്. അതാണ് ഏറ്റവും അധികം നമ്മൾ പ്രത്യാശ തരേണ്ട കാര്യം. അത് ഇങ്ങനെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്: ഒരു നാണയത്തിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. എന്താ കാര്യം? നിങ്ങൾ ഭയപ്പെടരുത്. എത്ര അധികമായി നിങ്ങളെ കരുതുന്ന, നിങ്ങൾക്ക് കാവലൊരുക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് ദൈവം കാത്തുകൊള്ളും, ദൈവം കാത്തുകൊള്ളും. ഈ ഉറപ്പില് പീഡകളുടെയും പീഡനങ്ങളുടെയും മുമ്പിൽ നിൽക്ക്. എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും എന്നുള്ള വാക്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു സുന്ദരമായ ഭാഗമുണ്ട്. 3 ബാലന്മാരെ അഗ്നിക്കുഴിയിലേക്ക് ഇടുമ്പോഴേക്കും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ദൈവം ഇവിടെ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കും, ഞങ്ങൾ രക്ഷിക്കും. ഇനി അഥവാ ദൈവം ഞങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ കൂടി ഞങ്ങൾ വിശ്വാസം തള്ളിപ്പറയില്ലെന്ന്. അതായത് എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന ഉറപ്പുണ്ടല്ലോ. ആ ഉറപ്പിൽ വേണം പീഡനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് രക്ഷപ്പെടുമെന്നൊന്നുമല്ല. എൻ്റെ ദൈവം എന്നെ കരുതുന്നുണ്ട്. ഈ 3 ഉറപ്പുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ എത്ര വലിയ ശത്രുക്കൾ ചുറ്റോട് ചുറ്റും നിന്ന് സംഹാര നൃത്തമാടിയാലും നമ്മൾ കുലുങ്ങില്ല, ഒരല്പം പോലും അനങ്ങില്ല നമ്മൾ. കാരണം ഈ 3 ഉറപ്പുണ്ട് നമുക്ക്. എന്തൊക്കെയാണത്? ഒന്നാമത്തത്, എല്ലാ സത്യവും വെളിപ്പെടും, എല്ലാ സത്യവും വെളിപ്പെടും. രണ്ടാമത്തത്, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല, ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ശരീരത്തെ ഇല്ലാണ്ടാക്കാം. മൂന്നാമത്തത്, എൻ്റെ ദൈവം എന്നെ കരുതുന്നുണ്ട്, കാവലൊരുക്കുന്നുണ്ട്. ഇതിനൊരു നല്ല ഉദാഹരണം. അതായത് എൻ്റെ ദൈവം എന്നെ കരുതുന്നുണ്ട്, കാവലൊരുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കണേ. ഒരുപാട് ഇങ്ങനെ ശാഖയായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നതെന്നറിയാം. അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതിരിക്കാനാണ്, അപ്പോഴും ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ്. ശ്രദ്ധയോടെ പഠിച്ചു പോയാൽ മതി. ഇത്രയേ ഉള്ളൂ. ദൈവം എന്നെ കരുതുന്നുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തത്, എൻ്റെ ദൈവം എല്ലാം അറിയുന്നു. സംശയമില്ല ആ കാര്യത്തിൽ. എൻ്റെ ദൈവം എല്ലാം. ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ ഒരാൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് എൻ്റെ കഴുത്ത് വെട്ടാൻ നിൽപ്പുണ്ടെങ്കിൽ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം എല്ലാം, ഇതും എൻ്റെ ദൈവത്തിൻ്റെ അറിവോടെയാണ്. എൻ്റെ ദൈവം എല്ലാം അറിയുന്നു. രണ്ടാമത്, എൻ്റെ ദൈവം സർവശക്തനാണ്. ഏത് ശത്രുവിൻ്റെ മുമ്പിൽ തന്നെ വീണ്ടെടുക്കാൻ മാത്രം ശക്തിയുണ്ട് എൻ്റെ ദൈവത്തിന്. മൂന്നാമത്തത്, എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞേക്കണം. ഇതാണ് ദൈവത്തിൻ്റെ കരുതലെന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം പറയാം. ഈശോയും ശിഷ്യന്മാരും കൂടെ ഗലീലിയ കടലിൻ്റെ മറുകരയിലേക്ക് യാത്ര ചെയ്യുന്നൊരു ദൃശ്യമുണ്ടല്ലോ സുവിശേഷത്തിൽ. ഈശോ വഞ്ചിയുടെ അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. വഞ്ചി മുന്നോട്ട് പോയപ്പോൾ വലിയ തിരകൾ ആഞ്ഞടിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ഭയചകിതരായി. അവർ നിലവിളിച്ചു. അവർ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. പക്ഷെ അപ്പോൾ അവർ മനസ്സിലാക്കാതെ പോയൊരു സത്യം ഉണ്ടെന്നറിയാമോ? ഉറങ്ങുകയാണെങ്കിലും എൻ്റെ ദൈവം
എല്ലാം അറിയുന്നുണ്ട്. എൻ്റെ ദൈവം എല്ലാം അറിയുന്നുണ്ട്. അവനെ ഉണർത്തിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു, കടൽ ശാന്തമായി, കാറ്റ് കെട്ടടങ്ങി. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, എന്ത്? എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ദൈവം എല്ലാം അറിയുന്നു, എൻ്റെ ദൈവം സർവശക്തനാണ്. അങ്ങനെ അവർ സുഗമമായി അപ്പുറത്തെത്തി. ഇനി ഒരു ചോദ്യം ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കാറ്റും കടലും ഉണ്ടായത്? അതാണ് മൂന്നാമത്തെ കാര്യം. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്തിനാണ് കാറ്റും കടലും ഉണ്ടായെന്നറിയാമോ? എത്ര വലിയ തിരമാലകൾ നിന്റെ ജീവിത വഞ്ചിയുടെ നേരെ ആർത്തലച്ചു വന്നാലും, നിന്റെ ജീവിതയാനം ആടി ഉലഞ്ഞാലും, കൊടുങ്കാറ്റ് നിങ്ങളെ ചുഴറ്റി എറിയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയാലും, അപ്പോഴും ഒരു കാര്യം വിശ്വസിക്കണം, ദൈവം തുണയുണ്ട്. അതായത് കർത്താവ് തമ്പുരാൻ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച്, വഞ്ചിയിലുണ്ടെന്ന് വിചാരിച്ച് കാറ്റുണ്ടാകില്ല എന്നർത്ഥമില്ല, പീഡകൾ ഉണ്ടാകില്ല എന്നർത്ഥമില്ല. കാറ്റുണ്ടാകും, തിരമാലകൾ ആഞ്ഞടിച്ചു വരും, വഞ്ചി ആടി ഉലയും, നിന്റെ കുടുംബം ആടി ഉലയും, നിന്റെ വ്യക്തി ജീവിതം ആടി ഉലയും. അപ്പോഴൊക്കെയും തിരിച്ചറിയേണ്ട കാര്യം എന്താ? എൻ്റെ ദൈവം എല്ലാം അറിയുന്നുണ്ട്, അവൻ സർവശക്തനാണ്, അവനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയായിരുന്നു നിന്നെ അപ്പുറത്തെത്തിച്ചത്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സത്യം എന്തെന്നറിയാമോ? പഠിപ്പിക്കേണ്ട പാഠം എന്താണെന്നറിയാമോ? എത്ര വലിയ തിരമാല ഉണ്ടായാലും നീ സുരക്ഷിതനാണ്. ആ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ശിഷ്യന്മാരെ ഗലീലിയ കടലിലൂടെ, ഈ പ്രക്ഷുബ്ധമായ കടലിലൂടെ കൊണ്ടുപോയത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ചിലപ്പോഴൊക്കെ ചില പീഡകളും പീഡനങ്ങളുമൊക്കെ ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഭയ്ക്ക് നൽകുന്ന എന്തിനാണെന്നറിയാമോ? എത്ര വലിയ തിരമാല ഉണ്ടായാലും നിങ്ങൾ നശിക്കില്ല, നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആടി ഉലയാതെ വഞ്ചി അക്കരത്തെത്തിയിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ ഓർക്കില്ലായിരുന്നു. ആടി ഉലയാതെ വഞ്ചി അക്കരെ എത്തിയിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ ഓർക്കില്ലായിരുന്നു, നിലവിളിക്കില്ലായിരുന്നു, അവൻ്റെ ശക്തി തിരിച്ചറിയില്ലായിരുന്നു. വഞ്ചി ആടി ഉലയുന്നത്, ചിലരൊക്കെ നമുക്കെതിരെ ആക്രോശങ്ങൾ ഉയർത്തുന്നത്, നമ്മളിൽ കുറേ പേരെ ഇല്ലാണ്ടാക്കുന്നത്, നമ്മളെ ബന്ധനസ്ഥരാക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും അപ്പുറം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും ദൈവം അക്കരെ എത്തിക്കുമെന്നുള്ള ഉറപ്പ് ദൈവം വീണ്ടും വീണ്ടും നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ പറഞ്ഞു, പീഡകളുടെയും പീഡനങ്ങളുടെയും മുമ്പിൽ ഈ കാലത്ത് ഇതിന് പ്രസക്തി കൂടുതലാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കാലത്ത് ഇതിന് പ്രസക്തി കൂടുതലാണ്. പീഡകളുടെയും പീഡനങ്ങളുടെയും മുമ്പിൽ തിരിച്ചറിയേണ്ട കാര്യം, ആദ്യത്തേത് ഒരു വസ്തുതയാണ്. എന്താണത്? പീഡകളും പീഡനങ്ങളും 2 ആയാണ് ഞാൻ പറഞ്ഞത്. 1 അനിവാര്യതയാണ്, 2 അംഗീകാരമാണ്. പിന്നെ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടരുതെന്ന് ഈശോ 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. 3 കാരണങ്ങൾ. ഒന്നാമത്തത് എന്തായിരുന്നു? ഭയപ്പെടരുത്, എല്ലാം വെളിച്ചത്ത് വരും, എല്ലാം വെളിപ്പെടും. 2, അവർക്കൊന്നും ചെയ്യാൻ കഴിവില്ല, പരമാവധി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ശരീരത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. 3, നിങ്ങളുടെ ദൈവം നിങ്ങളെ കരുതുന്നുണ്ട്. ദൈവം കരുതുന്നുണ്ട് എന്ന കാര്യത്തിനുള്ളിൽ വരേണ്ട 3 കാര്യങ്ങൾ പിന്നെയുമുണ്ട്. എന്തൊക്കെയാണ്? എൻ്റെ ദൈവം എല്ലാം അറിയുന്നു, എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. പ്രവാചകന്റെ വാക്കുകൾ ഓർത്തെടുക്കുക. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ നാശത്തിനുള്ളതല്ല, എൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ദൈവ തിരുനാമത്തിന് സ്തുതി. ആമേൻ.